ഹലോ. അതെ, ഞാൻ ഇന്നൊരു സ്റ്റോറി ആയിട്ടാ പറയണത്. അതെന്താന്ന് വെച്ചാല്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയില് ഒരു അമ്മയും മോനും കൂടി കാറിൽ യാത്ര ചെയ്യുന്നു. അതിപ്പോ എവിടേക്കാ പോണേന്നായിരിക്കും എവിടേക്കാ പോണേന്ന് വെച്ചാല്, അമ്മയ്ക്ക് ക്യാൻസർ ആണ്. RCC ട്രിവാൻഡ്രം ഹോസ്പിറ്റലിലേക്കാണ് പോണത്. നിനക്ക് പിന്നെ നല്ല കഥയായിട്ട് കുറച്ച് എന്റെ മമ്മിക്കും അതെ, എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും അതെ, ഈ ഒരു സ്ഥലം നല്ല പരിചയമുള്ളതാണ്. രണ്ടുപേർക്കും ക്യാൻസർ തന്നെയാ. അപ്പൊ ഈ അമ്മേനെ കൊണ്ടുപോകണം. അപ്പൊ ഈ മോൻ ചോദിക്കാണ്, അമ്മ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. അമ്മ ഇങ്ങനെ കെടുക്കാണ് കാറില്. അപ്പൊ അമ്മ പറയും, ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മോൻ പറയാണ്, ഞാൻ ഇപ്പൊ പോണ കാറ് BMW ആണ്. ഞാൻ ഈ അമ്മേനെ 24 കൊല്ലം മുന്നേ ഇതേ സിറ്റുവേഷനില് ഞാന് RCCയിലേക്ക് കൊണ്ടുപോണത് ഞാൻ ഓട്ടോ ഓടിച്ചിട്ടാണ് കൊണ്ടുപോയത്. അന്ന് പൈസ ഇല്ല, പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് 500 രൂപയുടെ 5000 രൂപ തികച്ചില്ലാണ്ടാണ് ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടത്. പക്ഷെ ഈ മോനെ ഈ അമ്മയ്ക്ക് അസുഖാന്ന് പറഞ്ഞിട്ടും പലരും പറഞ്ഞു, നീ ഇത്രയും ദൂരം പോവണ്ട, അടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി, അത്രയും കാശ് ചെലവാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഈ ചെറുക്കനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓൻ പറഞ്ഞു, ഇല്ല, ഞാൻ അമ്മേനെ ഫസ്റ്റ് എവിടെയാണോ കാണിച്ചത് ഈ 24 വർഷവും ഞാൻ അമ്മേനെ അവിടെ തന്നെ കാണിക്കണം. പലരും പറഞ്ഞു വേണ്ട, കോൺഫിഡൻസ് ഭയങ്കര. അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഈ അമ്മയുടെ അസുഖത്തെ ജയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും BMW മേടിക്കാനുള്ള മണി ഏൺ ചെയ്തു. എന്നിട്ട് ആ അമ്മേനെ BMW-ലാണ് RCCയിൽ കൊണ്ടുപോകണത്. അപ്പൊ ഈ മോൻ പറയണത്, ഞാൻ അത്രയും അമ്മേനെ സ്നേഹിച്ചിട്ട് അമ്മയുടെ ആ അസുഖത്തെ ഞാൻ അമ്മയെ അറിയാതെ സ്നേഹിച്ച് പലരും പറഞ്ഞു RCCയിൽ കൊണ്ടുപോകണ്ട, കുറെ ബുദ്ധിമുട്ടാണ്, ആൾക്കാർ നിൽക്കാനുണ്ട്. ഈ സിറ്റുവേഷൻ ഒക്കെ ഞാൻ കടന്നുപോയതാണ്. കുറച്ചുകൂടി അത് നല്ലൊരു ആത്മബന്ധം തോന്നുന്നു. എനിക്ക് ആ ഒരു RCCന്നും ട്രിവാൻഡ്രന്നും ഇല്ല, കരയില്ല. അതല്ല, അത് ഇത്തിരി കഷ്ടപ്പാടുള്ള പരിപാടിയാ. ഞാൻ ഇപ്പൊ ചിരിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, ഇത്തിരി വലിയ അസുഖം തന്നെ. അതൊന്നും കടന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ അമ്മേനെ മോൻ കെയർ ചെയ്തത് അത്രയും ശ്രദ്ധിച്ചിട്ട് ആരുടെയും വാക്ക് കേൾക്കാതെ ഈ RCCയിലേക്ക് എന്നെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ ആ ഒരു കഥ കേട്ടപ്പോ എനിക്ക് എന്റെ ലൈഫില് അതുപോലെ സംഭവിച്ച ഒരു കാര്യം. മക്കളൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അമ്മമാരും അതെ ചില മക്കളൊക്കെ ഇങ്ങനെ ചേർത്ത് അവർക്ക് നല്ലൊരു ഒരു അമ്മ മക്കള് ബന്ധം നന്നായി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര വലിയ അസുഖമായാലും എത്ര ചെറിയ അസുഖമായാലും അമ്മമാരെ കെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയായിരിക്കും. അപ്പൊ എല്ലാവരും അമ്മമാരെ ചെറിയ അസുഖമായാലും വലിയ അസുഖമായാലും ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക, പരിഗണിക്കുക. ഓക്കെ, താങ്ക് യു.